തമിഴ്നാട്ടിലെ ടി.വി.കെയുടെ വിജയം പല കാരണങ്ങൾ കൊണ്ടും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമാണ്. എല്ലാ അനുമാനങ്ങൾക്കും അപ്പുറം രൂപപ്പെട്ട തിരഞ്ഞെടുപ്പ് ഫലമായിരുന്നു തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകം വെട്ടിപ്പിടിച്ചത്. ആക്സിസ് മൈ ഇന്ത്യ ഒഴികെ ഒരു ഏജൻസിയും തമിഴ്നാട്ടിൽ വിജയുടെ പാർട്ടി ഇത്ര വലിയൊരു നേട്ടമുണ്ടാക്കുമെന്ന് പ്രവചിച്ചില്ല. ഒട്ടെല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും സെഫോളജിസ്റ്റുകളും ടി.വി.കെക്ക് 10 മുതൽ 25 സീറ്റുകൾ വരെയാണ് പ്രവചിച്ചത്. തമിഴക രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നാണ് ഇക്കഴിഞ്ഞ വാരം സംഭവിച്ചത്. സകല വിചക്ഷണരുടെയും പ്രതീക്ഷകൾക്കും പ്രവചനങ്ങൾക്കും അപ്പുറത്തെ വൻ മുന്നേറ്റം. 2 വർഷം മാത്രം പ്രായമുള്ള ഒരു പാർട്ടി തമിഴക രാഷ്ട്രീയ വിശകലനത്തിന്റെ സകല സാധ്യതകളെയും ഞെട്ടിച്ചുകൊണ്ട് 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നിരിക്കുന്നു. ഇത്രകാലം തിരയിപ്പടങ്ങളിൽ നമ്മളെ ത്രസിപ്പിച്ച വിജയ് എന്ന താരശരീരം ഇതാ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയരുന്ന രാഷ്ട്രീയ പ്രതിഭാസമായി മാറിയിരിക്കുന്നു. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. ഈ വിസ്മയകരമായ ഫലത്തിലേക്ക് തമിഴ് രാഷ്ട്രീയം ചെന്നെത്തുന്നത് എങ്ങനെയാകാം? 1967, 1977, 2026 ഈ 3 വർഷങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വൻ വഴിത്തിരിവുകളായ 3 ദശാസന്ധികളെയാണ് അടയാളപ്പെടുത്തുന്നത്. 1967 CN അണ്ണാദുരൈയുടെ നേതൃത്വത്തിൽ DMK ആദ്യമായി ഭൂരിപക്ഷം നേടി സർക്കാർ രൂപീകരിച്ച വർഷമാണ്. DMKയുടെ വിജയവും കോൺഗ്രസിന്റെ പതനവും. അതോടെ തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയം ആദ്യമായി അധികാര സ്ഥാനമേറ്റു. 1977 AIADMK DMKയിൽ നിന്നും പിളർന്ന് അധികാരം പിടിച്ച വർഷമാണ്. MGR അഭ്രപാളികളിൽ നിന്നും അരസിയൽ കളത്തിലേക്ക് പ്രവേശിച്ച് മക്കൾ തിലകം എന്ന വിശേഷണത്തോടെ മുതൽ അമേച്ചറായത് 1977 ഇത് 2026 ടി.വി.കെയുടെ വെട്രി വിജയം. 6 പതിറ്റാണ്ടുകാലത്തെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ദ്വയാധിപത്യത്തിൽ നിന്നും മാറി തമിഴ്നാട് രാഷ്ട്രീയം വേറിട്ടൊരു പാതയിൽ ഒഴുകി തുടങ്ങുകയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 21 മധുരയിലെ പരപത്തിയിൽ നടന്ന തമിഴക വെട്രിക്കഴകത്തിന്റെ 2ാം സംസ്ഥാന സമ്മേളന വേദിയിൽ ഈ വർഷങ്ങളിൽ വലിയ അക്ഷരങ്ങളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. ഓർമ്മയുണ്ടാകുമല്ലോ, അണ്ണാദുരൈ, MGR, വിജയ് എന്നിവരുടെ വലിയ കട്ടൗട്ടുകൾക്കൊപ്പമായിരുന്നു ഈ വർഷങ്ങൾ വേദിയിൽ എഴുതി പ്രദർശിപ്പിച്ചത്. വരലാറ് തിരുമ്പുക്കിറുത്, അതായത് ചരിത്രം ആവർത്തിക്കപ്പെടുന്നു എന്ന് അന്നത്തെ പ്രസംഗത്തിൽ വിജയ് ആവർത്തിച്ചിരുന്നു. അങ്ങനെ തന്നെ അത് സംഭവിക്കുകയും ചെയ്തു. 1967 77 പോലെ തമിഴ് രാഷ്ട്രീയത്തിലെ 3ാമത്തെ വലിയ മാറ്റമായി നിശ്ചയമായി നമുക്ക് ഈ ചരിത്രഘട്ടത്തെ അടയാളപ്പെടുത്താം. കോൺഗ്രസിനെയും മറ്റ് ചെറുകക്ഷികളെയും കൂട്ടുപിടിച്ച് വിജയ് സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഈ പരിപാടി സംപ്രേഷണം ചെയ്യുമ്പോഴേക്കും സത്യപ്രതിജ്ഞാ തീയതി പോലും തീരുമാനിച്ചിരിക്കും. യഥാർത്ഥത്തിൽ ഇത് എല്ലാ അനുമാന സാധ്യതകൾക്കും അപ്പുറം രൂപപ്പെട്ട ഫലമാണ്. പുതിയ കാലം പ്രവചനങ്ങൾക്കും അപ്പുറം അത്ഭുതകരമായ ഫലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടെല്ലാ വിശകലന വിചക്ഷണന്മാരും കോളമിസ്റ്റുകളും എക്സിറ്റ് പോളുകളും DMKയുടെ വിജയം പ്രവചിച്ചതാണ്. അണ്ണാ DMKയ്ക്കും പിന്നിൽ ടി.വി.കെയെ 3ാം ശക്തിയായി മാത്രം കണ്ടതാണ്. എന്നാൽ എന്തുകൊണ്ട് ഈ അട്ടിമറി സാധ്യമായി? 2024 ഫെബ്രുവരി മാസം 2 വിജയ് ടി.വി.കെ എന്ന രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചു. എന്നാൽ അതിനും ഏറെ മുൻപേ വിജയ് സ്വന്തം രാഷ്ട്രീയ പ്രവേശനം തീരുമാനിച്ചിരുന്നു. വിജയ് മക്കൾ ഇയക്കം എന്ന ആരാധക കൂട്ടായ്മയിലൂടെ അടിത്തട്ടിൽ സംഘടന കെട്ടിപ്പടുത്തു. ദുരിതാശ്വാസ പരിപാടികളിലും ചികിത്സാ പഠന സഹായവും സൗജന്യങ്ങളും സ്കോളർഷിപ്പ് വിതരണവും ഒക്കെയായി ആദ്യം ആരാധക സംഘടനയെ സജീവമാക്കി. 2021 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയ് മക്കൾ ഇയക്കം ആ പേരിൽ തന്നെ മത്സരിക്കുകയും 129 തദ്ദേശ വാർഡുകളിൽ വിജയിക്കുകയും ചെയ്തു. അതൊരു വൺ ടൈം വണ്ടർ എന്ന് മാത്രമേ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ കണ്ടുള്ളൂ. പക്ഷേ തമിഴ്നാട് ആകെ കമ്മിറ്റികളും കേഡർ സ്വഭാവത്തിലുള്ള പ്രവർത്തനവുമായി വിജയ് മക്കൾ ഇയക്കം അതിന്റെ ചട്ടക്കൂടങ്ങ് വിപുലമാക്കി. അതിനും ശേഷമാണ് വിജയ് മക്കൾ ഇയക്കം ടി.വി.കെ എന്ന രാഷ്ട്രീയ കക്ഷിയായി പരിണമിച്ചത്. അങ്ങനെ ദശലക്ഷക്കണക്കിന് ആരാധകരുടെ പിന്തുണയോടുകൂടി വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു. പിറപ്പൊക്കം എല്ലാം ഉയർക്കുമെന്ന തിരുക്കുറൽ വചനമാണ് ടി.വി.കെ അവരുടെ മുദ്രാവാക്യമായി തിരഞ്ഞെടുത്തത്. എല്ലാവർക്കും സമത്വം എന്നാണ് അർത്ഥം. അടിസ്ഥാന മുദ്രാവാക്യം മുതൽ വിജയ് മുന്നോട്ട് വെച്ച പദ്ധതികളും പരിപാടികളും എല്ലാം തമിഴ്നാട്ടിലെ അടിസ്ഥാന മധ്യവർഗങ്ങളെ ആകർഷിക്കാൻ തക്കതായിരുന്നു. സാമൂഹ്യനീതി, യുവാക്കൾക്ക് തൊഴിൽ, ലഹരിയിൽ നിന്നും വിമുക്തി, വിദ്യാഭ്യാസ സഹായങ്ങൾ, പലിശ രഹിത വായ്പകൾ തുടങ്ങിയ വിഷയങ്ങൾ ടി.വി.കെ പ്രചാരണ വിഷയങ്ങളാക്കി. അരാഷ്ട്രീയ മധ്യവർഗത്തെയും അസംതൃപ്ത ദ്രാവിഡ രാഷ്ട്രീയ മനസ്സുകളെയും ഒരേപോലെ ആകർഷിക്കും വിധം വിഷയങ്ങൾ നിരത്തി.
ശേഷം എല്ലാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ TVK തീരുമാനിച്ചു. നാടിളക്കിയ റാലികൾ, അതിലേക്ക് ഒഴുകി വന്ന അഭൂതപൂർവമായ ജനസാഗരം, ഇതിനിടെ 41 പേരുടെ ജീവനെടുത്ത കരൂർ ദുരന്തം. എന്നിട്ടും വിജയ്ക്കുള്ള ജനപിന്തുണ വിട്ടുപോയില്ല. കലൈഞ്ചർ കരുണാനിധിയെയും MGRനെയും അരസിയൽ പോർക്കളത്തിൽ ഉറപ്പിച്ചത് സിനിമ എന്ന കരുത്തുറ്റ മാധ്യമമാണ്. കലൈഞ്ചർ എഴുതി MGR വേഷമിട്ട എടൈത്തോഴൻ പ്രമേയങ്ങളിലൂടെയാണ് ദ്രാവിഡ രാഷ്ട്രീയം തമിഴ്നാട്ടിൽ വളർന്നു തഴച്ചത്. 70ഓളം സിനിമകളിൽ വേഷമിട്ട വിജയും സിനിമയെ രാഷ്ട്രീയ മാധ്യമമാക്കുക എന്ന തന്ത്രം തന്നെയാണ് ആദ്യം പയറ്റിയതും. സോവിയറ്റ് റഷ്യ മുതൽ പരീക്ഷിക്കപ്പെട്ട അതേ പഴയ തന്ത്രത്തെ പുതിയ കാലത്തിന് വേണ്ടും വിധം പരുവപ്പെടുത്താൻ വിജയ് സിനിമകൾക്ക് കഴിഞ്ഞു. വിജയ് സിനിമകളെ പ്രമേയപരമായി വിശാലമായി വിഭജിച്ചാൽ 3ആയി തിരിക്കാം. ആദ്യകാല ക്യാമ്പസ് യുവപ്രമേയ ചിത്രങ്ങൾ, ശേഷം ഗ്രാമത്തെ പലവിധ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാനായി എത്തുന്ന ഒറ്റയാൾ രക്ഷകൻ പടങ്ങൾ, ശേഷം വളരെ വ്യക്തമായ രാഷ്ട്രീയ സൂചനയുള്ള സിനിമകൾ, അഴിമതിക്കെതിരായ നിതാന്ത വിമർശനം, തൊഴിലില്ലായ്മയ്ക്കെതിരായ അമർഷം, ഭരണകൂടത്തുള്ള നിത്യപ്രതിഷേധം എന്നു തുടങ്ങി 2019 കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമത്തെ അടക്കം വിമർശിക്കുന്ന നിലയിലേക്ക് വിജയ് സിനിമകൾ എത്തി. അതോടെ വിജയ് സിനിമകൾക്ക് തികഞ്ഞ രാഷ്ട്രീയ സ്വഭാവം കൈവന്നു. ജനനായകൻ എന്ന ഒടുവിലത്തെ ചിത്രം തിയേറ്ററുകളിൽ എത്താതിരിക്കാൻ രാഷ്ട്രീയ എതിരാളികൾ പരമാവധി ശ്രമിച്ചതും ആ മാധ്യമം വിജയ് ഉപയോഗിക്കുമ്പോഴുള്ള ആഘാതശേഷിയെ ഭയന്നു തന്നെയാണ്. പ്രത്യേകിച്ചും ചെറുപ്പക്കാരിലും സ്ത്രീകളിലും അടുത്ത കാലത്ത് വിജയ് സിനിമകൾ അതിസൂക്ഷ്മ തലത്തിൽ സൃഷ്ടിച്ച രാഷ്ട്രീയ സ്വാധീനം ഒട്ടും ചെറുതല്ല. ഒരു സൂപ്പർ താരം എന്ന നിലയിലെ ആരാധക പിന്തുണ പുതിയ കാലത്ത് വോട്ടായി മാറില്ല എന്ന് ധരിച്ചവർക്കാണ് തെറ്റിയത്. താരപരിവേഷം ഗ്രാമീണ നഗര മേഖലകളിലെല്ലാം വോട്ടായി മാറി. DMK ഭരണത്തിനെതിരായ അതൃപ്തിയും അണ്ണാ DMKയുടെ സംഘടനാ അപജയത്തോടുള്ള അവമതിപ്പും TVKയിലേക്ക് വോട്ടൊഴുക്കാൻ കാരണമായി. പ്രത്യയശാസ്ത്ര ശത്രു എന്ന് BJPയെയും രാഷ്ട്രീയ ശത്രു എന്ന് DMKയെയും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ കുറിക്കുകൊണ്ടു. ഭാഷാ സ്വാഭിമാന രാഷ്ട്രീയത്തിലും ശക്തമായ പ്രാദേശിക സ്വത്വത്തിലും പേരൂന്നിയ ദ്രാവിഡ രാഷ്ട്രീയത്തെ ഏറെക്കുറെ അതേ ശൈലി കൊണ്ട് തന്നെ ചേർക്കുക എന്നതായിരുന്നു TVK തന്ത്രം. BJPക്കെതിരായ തമിഴ്നാടിന്റെ ദീർഘകാല ചെറുതുനിൽപ്പിനെയും TVK മറ്റൊരു വിധം പ്രതിഫലിപ്പിച്ചു. ഫലമോ DMKക്കെതിരായ ഭരണവിരുദ്ധ വോട്ടുകളും അണ്ണാ DMK വിരുദ്ധ നിഷേധ വോട്ടുകളും BJP വിരുദ്ധ രാഷ്ട്രീയ വോട്ടുകളും TVKയിലേക്ക് ഒഴുകി. ദളിത് ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമായി ധ്രുവീകരിക്കാനും അവർക്കായി. ശേഷം ചരിത്രം. രണ്ടാം വരവ് ഉറപ്പിച്ച മട്ടിൽ അമിത ആത്മവിശ്വാസത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കൊളത്തൂരിൽ 8795 വോട്ടിന് TVK സ്ഥാനാർത്ഥിയോട് തോറ്റു. പെരമ്പൂരിലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും മത്സരിച്ച വിജയ് രണ്ടിടത്തും വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 234 അംഗ തമിഴ്നാട് നിയമസഭയിൽ സർക്കാർ രൂപീകരിക്കാൻ 118 സീറ്റുകൾ വേണം. TVKയ്ക്ക് നിലവിൽ കേവല ഭൂരിപക്ഷത്തിന് 10 സീറ്റിന്റെ കുറവുണ്ട്. 2 ആഴ്ചയ്ക്കകം ഭൂരിപക്ഷം തെളിയിക്കാനാകുമെന്നാണ് വിജയ് ഗവർണറെ അറിയിച്ചിരിക്കുന്നത്. 5 അംഗങ്ങളുള്ള കോൺഗ്രസ് പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പിന്നെയും വേണം 5 സീറ്റുകൾ കൂടി. വിടുതലൈ, സിരുത്തൈകൾ, ഇടത് പാർട്ടികൾ, മുസ്ലിം ലീഗ് ഒക്കെയായി വിജയ് ചർച്ച നടത്തുന്നുണ്ട്. അവർ DMK മുന്നണി വിട്ട് വിജയുമായി സഹകരിക്കാൻ ഈ ഘട്ടത്തിൽ സാധ്യത കുറവുമാണ്. പട്ടാളി മക്കൾ കക്ഷിയെയും TVK ഉന്നമിടുന്നുണ്ടെങ്കിലും അൻപുമണി രാംദാസിന് BJP വാഗ്ദാനം ചെയ്ത കേന്ദ്രമന്ത്രി സ്ഥാനം TVKയ്ക്ക് കൈകൊടുക്കാൻ അവർക്ക് തടസ്സമാകും. പെരമ്പൂർ നിലനിർത്തി തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നും വിജയ് രാജിവെക്കുമെന്നാണ് വാർത്തകൾ. അവിടെ പുതിയൊരു അംഗത്തെ കൂടി ജയിപ്പിച്ചെടുക്കാനായാൽ കേവല ഭൂരിപക്ഷത്തിലേക്കുള്ള ദൂരം ഒന്നുകൂടി കുറയും. ഇനി അണ്ണാ DMK സഖ്യങ്ങളിൽ ഒന്ന് വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നാലും വിജയ് തൂക്കുസഭയോടെ മുഖ്യമന്ത്രിയാകും. അതിനാണ് സാധ്യതയേറെയും. തമിഴ്നാട് തങ്ങളുടെ സിനിമാ താരങ്ങളെ വെറുതെ ആരാധിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവർ അവരിൽ വിശ്വാസം കൂടി നിക്ഷേപിക്കും. MGR മുതൽ ജയലളിത വരെയുള്ള സിനിമാ താരങ്ങൾ തമിഴ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും സംസ്ഥാനത്തെ ദീർഘകാലം നയിക്കുകയും ചെയ്തവരാണ്. വിജയകാന്ത് കുറഞ്ഞ കാലത്തേക്കാണെങ്കിലും ശ്രദ്ധേയമായ സാന്നിധ്യമായിട്ടുണ്ട്. ശിവാജി ഗണേശനും കമൽഹാസനും ശരത് കുമാറും ഒക്കെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തിയവരാണ്. വിജയ് ആ പരമ്പരയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു. പക്ഷേ ഈ ചരിത്ര സാഹചര്യം സമാനമാകുന്നത് 1977 MGRന്റെ അട്ടിമറി വിജയത്തോട് മാത്രമാണ്. തമിഴ് രാഷ്ട്രീയത്തിലെ രണ്ടാം ബ്ലോക്ക് ബസ്റ്റർ
സഖ്യകക്ഷികളുമായി ധാരണയുണ്ടാക്കുന്നതിലെ പരിചയക്കുറവടക്കം ഒരു പിടി പ്രതിസന്ധികൾ മുന്നിലുണ്ടെങ്കിലും 108 സീറ്റ് എന്ന വലിയ സംഖ്യ വിജയുടെ കയ്യിൽ ഭദ്രമായിടത്തോളം കാലം തമിഴ്നാടിന്റെ അടുത്ത മുതൽ അമേച്ചർ ജോസഫ് വിജയ് ചന്ദ്രശേഖർ തന്നെയാണെന്നതിൽ തർക്കങ്ങളൊന്നുമില്ല. കോൺഗ്രസ് പിന്തുണ ലഭിച്ചതോടെ TVK സർക്കാർ യാഥാർത്ഥ്യമാകാൻ ഏറെ സമയവും വേണ്ടിവരില്ല. ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന നേതാവ് എന്ന നിലയിൽ നിന്ന് സഖ്യകക്ഷികളെ കൂട്ടിപ്പിടിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലേക്കാണ് ഇനി വിജയ് മാറേണ്ടത്. സ്പോട്ട്ലൈറ്റ് മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.